നിരവധി വിമർശനങ്ങൾക്കിടയിലും SFIയുടെ അക്രമം അവസാനിക്കുന്നില്ല. SFIക്ക് അധ്യാപകനെന്നോ വിദ്യാർത്ഥിയെന്നോ പ്രധാന അധ്യാപകനെന്നോ വൈദികനെന്നോ ഒരു വ്യത്യാസവുമില്ല. ഇത് വെളിവാക്കുന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. രാജ്യവ്യാപകമായി ഇടതു വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദിനിടെ ഭാഷാ പഠന കേന്ദ്രത്തിന്റെ ചുമതലക്കാരനായ കാത്തോലിക് വൈദികനെ SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന പരാതി. തിരുവല്ല കച്ചേരിപ്പടി സെന്റ് ജോൺസ് കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രമായ കാർഡിയാട്ടിന്റെ ചുമതലക്കാരൻ ഫാദർ ജേക്കബിനെയാണ് ഇന്ന് രാവിലെ 11 മണിയോടെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത്. തിരുവല്ല മേരിഗിരി അരമനയുടെ കീഴിലുള്ളതാണ് ഭാഷാ പഠന കേന്ദ്രം. ഇവിടെ മുടക്കില്ലാതെ ക്ലാസ് നടക്കുന്നു എന്ന വിവരം അറിഞ്ഞാണ് സമരക്കാരായ SFI പ്രവർത്തകർ എത്തിയത്. ക്ലാസ് വിടണമെന്ന് ചുമതലയുള്ള ഫാദർ ജേക്കബിനോട് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ ഇന്റർവെൽ ആകുമെന്നും അപ്പോൾ കുട്ടികളെ വിട്ടയക്കാമെന്നും ഫാദർ ജേക്കബ് പറഞ്ഞു. എന്നാൽ പ്രകോപിതരായ SFIക്കാർ അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കുട്ടികൾ മാടപ്രാവുകളാണെന്ന് വിലപിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ നാട്ടിൽ അക്രമം അഴിച്ചുവിടുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ രക്ഷകർതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ വാക്കുകളുമാണ്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾക്ക് അഴിഞ്ഞാടുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ രക്ഷകർതൃത്വമാണ്. രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് താൻ അന്നു പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു, ഇന്നും പറയുന്നു, എന്നും പറയും. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അത് കേട്ടപ്പോൾ ഞങ്ങളാണ് കൈയടിച്ചത്. കാരണം നിങ്ങൾ മാറില്ല, നിങ്ങൾ തിരുത്തില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനമാണത്. എന്ത് വൃത്തികേടുകളും എന്ത് ക്രിമിനൽ നടപടികളും കാണിക്കാൻ, ആരെയും വേട്ടയാടാൻ, ആരെയും തല്ലിക്കൊല്ലാൻ ചില ക്രിമിനലുകൾക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ, അവർ തന്നെ വിലയിരുത്തിക്കൊള്ളട്ടെ.